हेलो फ्रेंड्स, वेलकम टू माय चैनल। ഞാൻ ഇന്നൊരു സ്വീറ്റ് പൊട്ടറ്റോ ചിപ്സ് ആണ് ഉണ്ടാക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे स्वीट पोटैटो चिप्स दिखाएंगे कैसे है। स्वीट पोटैटो എടുത്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ लिया है, अच्छे से धो के रखा है. ഇത് നല്ലതായിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ തൊലി നമുക്ക് കളയണ്ട. इसका छिलका निकालना नहीं. इसका दोनों साइड से थोड़ा सा काटना है. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. एण्ण नल्लाയിട്ട് ചൂടായിട്ടുണ്ട്. तेल अच्छे से गर्म हो गया. अभी देखिए ग्रेटर ब्लेड साइडिലാണ് ഞാൻ कट ചെയ്യുന്നത്. ग्रेटर का ब्लेड का साइड से कटिंग कर रहे, दिखाएंगे कैसे है. देखिए ऐसे ही कर रहे. രണ്ടെണ്ണം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നേരെ തന്നെ അരിഞ്ഞിടുന്നത് നല്ല. सीधा तेल में डालने से अच्छा है. ये फ्राई करने के लिए रखेंगे. फ्राई आई കഴിഞ്ഞു നമുക്ക് എടുക്കാം. अच्छे से फ्राई हो गया, निकाल देंगे. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് മസാല ഇട്ട് കൊടുക്കാം. इसमें थोड़ा नमक और मसाला डालेंगे. नमक डाला है. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി കായം ഇട്ട് കൊടുക്കാം. ഹിംഗ് ഡാൽഡ്, थोड़ा सा मिर्चा पाउडर, കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ആവശ്യമുള്ളവർക്ക് ഉപ്പ് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. നമക് കറി डालने से भी अच्छा है. अभी हम सब डाल दिया है. दूसरा डालेंगे. നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതും ആയി കഴിഞ്ഞു, മൂത്ത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. दोबारा डाला, वो भी हो गया, निकाल देंगे. രണ്ടാമത് ഇട്ടതിന് നമുക്ക് ഉപ്പും നമക്, ഹിംഗ്, കായം, മുളക് പൊടി, നമുക്ക് ഇതുപോലെ എല്ലാ ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം. ऐसे ही बाकी सब फ्राई करना है. ഞാൻ ലാസ്റ്റിൽ എടുത്തത് നോക്കിക്കൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. दोबारा डाल रहे, वो थोड़ा काट के रखा है, वो भी ऐसे ही काट के रखने से भी अच्छा है. डाल देंगे. നമുക്ക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടണം, അല്ലെങ്കിൽ കറുത്ത് പോവും. कटिंग करके रखेगा तो जल्दी डालना है, नहीं होने से काला हो जाएगा. हाथ थोड़ा जलेगा तो ऐसे कटिंग करके डाल दीजिएगा. നമ്മുടെ കൈ പൊള്ളുവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല. സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. നമുക്ക് ഇതിനകത്തോട്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇത്തിരി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് थोड़ा लाल मिर्चा डाल के फ्राई करेंगे. इसके साथ കരിയേപ്പത്ത डालेंगे. കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് രണ്ടും കൂടെ വറുത്തെടുക്കാം. കരിയാപ്പിലയും മുളകും വറന്നു കഴിഞ്ഞു. കരിയാപ്പത്ത और मिर्चा फ्राई हो गया, निकाल देंगे. നമുക്കിതൊന്ന് എടുക്കാം. വറുത്ത് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോയുടെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ का ऊपर में डालेंगे. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോയുടെ ചിപ്സ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് 4 മണിക്കത്തേക്ക് ചായയുടെ കൂടെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്കിത് വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു चिप्स आना. इधर बीटी ट्राई ചെയ്ത് നോക്കണം. घर में थोड़ा सब लोग थोड़ा ट्राई करके देखिएगा. इतना अच्छा टेस्टी है, क्रिस्पी भी है. ये चाय का साथ और लंच में एक खाएगा तो भी बढ़िया टेस्ट आ जाएगा. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.